ധാരാളം കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു അച്ചാറിട്ടാലോ? വായിൽ വെള്ളം ഊറുന്ന നല്ല കണ്ണിമാങ്ങ അച്ചാർ. ഇനി 1.5 കിലോ കണ്ണിമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി നല്ലപോലെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കൽഭരണി എടുത്ത് അതിലേക്ക് നമ്മൾ ഉപ്പ് ആദ്യം ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണിമാങ്ങ ചെറുത്തോട് കൂടിയിട്ട് പൊട്ടിച്ചിടും. അങ്ങനെ ലെയറായിട്ട് ഇട്ട് 1 കിലോ അടുത്തോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 കിലോ ഞാൻ വേറൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മൂടിക്കെട്ടി നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി 30 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒന്ന് അഴിച്ച് നോക്കട്ടെ. നല്ലപോലെ പാകമായിട്ടുണ്ട്. മാങ്ങയെല്ലാനും നല്ല ചുക്കി ചുളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലുള്ളത് നോക്കാം. കുപ്പിയിലേയും പാകമായിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ച് കണ്ണിമാങ്ങയും വെള്ളവും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂണ് ഉലുവയിട്ട് ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. ഇനി നമുക്ക് കായം പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 50 ml നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഇച്ചിരി കൂടുതലാണ്, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് കട്ടക്കായം ഇട്ട് ഇതുപോലെയുള്ള 2 കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇനി കായവും ഉലുവയും കൂടെ അത് പൊരിച്ച് കഴിഞ്ഞിട്ട് കായവും ഉലുവയും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കടുകും ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഇട്ട് മുളക് പൊടിയും കാശ്മീരിയും നല്ല മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് മാങ്ങയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുക. ഇനി അതൊന്ന് കുപ്പിയിലാക്കി വയ്ക്കുക. അത് ഇപ്പം തന്നെ കട്ടയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി വന്ന എണ്ണ അതിലൊഴിച്ച് കൊടുക്കുക. ഇനി ഒരു ഡബിൾ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഒരു 50 ml കുറച്ച് നല്ലെണ്ണ ബാക്കിയില്ലേ, അത് ഒരു തുണി കഷ്ണം അതിനകത്തിട്ട് മുക്കി നമുക്ക് ആ കുപ്പിയിലിരിക്കുന്ന അച്ചാറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും പൂപ്പിൽ പിടിക്കില്ല. ഇനി നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും 1 വർഷത്തോളം ഇരുന്നോളും. അങ്ങനെ കണ്ണിമാങ്ങ അച്ചാർ റെഡി.